ഹേ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ആർട്ട് ടേൽസ്. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ക്രിസ്മസിന് വേണ്ടി നിങ്ങൾക്ക് ഫ്രണ്ട്സിന് കൊടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആൻഡ് ക്യൂട്ട് കാർഡ് ആണ്. സോ അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തത് ഒരു വാട്ടർ കളർ ഷീറ്റ് ആണ്. നിങ്ങൾക്ക് ഒരു സിമ്പിൾ നോർമൽ ഐവറി പേപ്പറിലോ അല്ലെങ്കിൽ A4 ഷീറ്റിലോ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാം. ബട്ട് ഇച്ചിരി കൂടി ഫിനിഷിങ്ങും പിന്നെ ഇച്ചിരി കൂടി ക്യൂട്ട് വാട്ടർ കളർ പേപ്പറിൽ ചെയ്യുന്നതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഞാൻ എടുത്തത് ഇവിടെ വാട്ടർ കളർ പേപ്പർ ആണ്. എന്നിട്ട് അതിന്റെ മേലെ നിങ്ങൾക്ക് ഏത് സൈസിലാണോ നിങ്ങൾ ഡ്രോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സൈസിൽ നിങ്ങൾ വരച്ച് അത് കട്ട് ചെയ്യണം. സോ ആസ് യൂഷ്വൽ എല്ലാ തവണത്തെ പോലെയും ഞാൻ ഇത് പിൻട്രസ്റ്റ് നോക്കിയാണ് വരച്ചത്. കുറച്ച് ക്രിസ്മസ് ക്യൂട്ട് ഡ്രോയിങ്സ് എന്ന് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് ഡ്രോയിങ്സ് വന്നു. അപ്പം അതിന്ന് ഞാൻ ചൂസ് ചെയ്ത ഒരു 4 പിക്ചേഴ്സ് ആണ് ഞാൻ ഇവിടെ ഡ്രോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് പിക്ചേഴ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. സോ ഇത് ഞാൻ ക്രിസ്മസ് ബേസ്ഡ് ആണ് ചെയ്തതെങ്കിലും നിങ്ങൾക്ക് ഏത് ഒക്കേഷന് വേണമെങ്കിലും ഈ ഒരു കാർഡ് നിങ്ങൾക്ക് ഈസി ആയി ചെയ്ത് നിങ്ങൾക്ക് ഫ്രണ്ട്സിനോ ഓർ നിങ്ങളെ പേരൻസിനോ സിബ്ലിങ്സിനോ ഗിഫ്റ്റ് കൊടുക്കാവുന്നതാണ്. ഞാനിത് പെട്ടെന്ന് ചെയ്തൊരു വീഡിയോ ആണ്, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പിക്ചേഴ്സ് റിസർച്ച് ചെയ്യാൻ പോയില്ല. സെർച്ച് ചെയ്തപ്പം ആദ്യം വന്ന ഒരു 4 to 5 പിക്ചേഴ്സ്, അതിൽ നിന്നാണ് ഞാൻ ഈ 4 പിക്ചേഴ്സ് ഫൈനലൈസ് ചെയ്തതിന് വേണ്ടി ഒരുപാട് വീഡിയോ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ബട്ട് എനിക്ക് ടൈം കിട്ടിയില്ല. കാരണം ക്രിസ്മസ് എന്ന് പറയുമ്പം ഒരുപാട് ഡ്രോയിങ്സും ഗിഫ്റ്റ്സും ക്രാഫ്റ്റ്, എസ്പെഷ്യലി ക്രാഫ്റ്റ് ഏരിയയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസ്റ്റിവൽ ആണ്. ബട്ട് എന്തോ എനിക്ക് ടൈം കിട്ടിയില്ല. സോ ഇത് ഞാൻ പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും ക്രിസ്മസിന് മുന്നേ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യണമെന്ന് ഓർത്ത് ഞാൻ ഇത് പെട്ടെന്ന് ചെയ്തൊരു വീഡിയോ ആണ്. അങ്ങനെ ഞാൻ പിക്ചേഴ്സ് ഒക്കെ വരച്ച് അതിനുശേഷം ഇവിടെ ആക്രിലിക് മാർക്കർ ആണ് ഉപയോഗിച്ച് ഞാൻ കളർ ചെയ്യുന്നത്. ആസ് ഐ ടോൾഡ് ഏർലിയർ, എനിക്ക് പെയിന്റ് മിക്സിങ്ങിനെക്കാളും അതിനുശേഷം ഇത് ക്ലീൻ ചെയ്യണമല്ലോ, അതാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. സോ അതുകൊണ്ട് ഞാൻ ആക്രിലിക് മാർക്കർ ആണ് ഇപ്പം പ്രിഫർ ചെയ്യുന്നത്. സോ ആക്രിലിക് മാർക്കർ ഒക്കെ വെച്ച് ഞാൻ കളർ ചെയ്ത് കൊടുത്തു. ആൻഡ് ദ മോസ്റ്റ് ഫേവറേറ്റ് പാർട്ട്, ബ്ലാക്ക് ഔട്ട്ലൈൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഔട്ട്ലൈൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞു. എന്നിട്ട് നിങ്ങളൊരു സിസേഴ്സ് എടുത്ത് ഇച്ചിരി വൈറ്റ് സ്പേസ് വിട്ട് വേണം കട്ട് ചെയ്യാൻ. സോ വൈറ്റ് സ്പേസ് വിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ബട്ട് വൈറ്റ് സ്പേസ് വിട്ട് കട്ട് ചെയ്താലായിരിക്കും ഇച്ചിരി കൂടി ക്യൂട്ട്. നെക്സ്റ്റ് പാർട്ട് എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ കട്ട് ചെയ്ത സ്റ്റിക്കേഴ്സ് ഇല്ലേ, അത് നമ്മൾ വേറൊരു സ്ക്വയർ ഓർ റെക്ടാംഗുലർ ഷീറ്റിൽ ഒട്ടിച്ചു കൊടുക്കണം. അതിനുവേണ്ടി നിങ്ങൾ കട്ട് ചെയ്ത സ്റ്റിക്കറിന്റെ കാളും ഇച്ചിരി വലിയ സൈസ് എടുത്ത് മെഷർ ചെയ്ത് ഒരു സ്ക്വയറോ അല്ലെങ്കിൽ റെക്ടാംഗുലോ ഷേപ്പിൽ നിങ്ങൾക്കത് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. ഞാൻ ഇവിടെ ഡബിൾ സൈഡ് ടേപ്പ് എന്തിനാ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് ഫൈനൽ ഔട്ട്പുട്ട് ഇങ്ങനെ ആ സ്റ്റിക്കർ പ്രൊജക്ട് ചെയ്ത് കാണുമെന്നാണ് ഉണ്ടായത്. സോ ഡബിൾ സൈഡ് ടേപ്പ് ആകുമ്പം അത് പ്രൊജക്ട് ചെയ്ത് കാണുമല്ലോ. നോർമലി ഫെവിക്കോൾ വെച്ച് സ്റ്റിക്ക് ചെയ്താലും കുഴപ്പമില്ല, തിക്ക് പേപ്പർ ആയതുകൊണ്ട്. ബട്ട് ഇത് ഇച്ചിരി കൂടി കൂടുതൽ പ്രൊജക്ട് ചെയ്യും. സോ അങ്ങനെ ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് ഒക്കെ ഉപയോഗിച്ച് എല്ലാം സ്റ്റിക്ക് ചെയ്ത് ഇങ്ങനെ വെച്ചു. സോ നിങ്ങൾ ഇപ്പൊ കണ്ടില്ലേ ഒരു ഔട്ട്പുട്ട്. സോ ഇതായിരുന്നു ഞാൻ ആദ്യം ചെയ്യാൻ വേണ്ടി. ഓക്കെ ഇങ്ങനെ മതി, ഇങ്ങനെയാണ് ഞാൻ ആദ്യം ചെയ്യാൻ ഉദ്ദേശിച്ചത്. ബട്ട് നിങ്ങൾക്കും തോന്നിയല്ലോ ഇതൊക്കെ എന്ത് ക്രിസ്മസ് ഗിഫ്റ്റ് എന്ന്. സോ അതൊന്ന് ഇച്ചിരി കളർഫുൾ ആക്കാൻ വേണ്ടി ഞാൻ ഓറിഗാമി പേപ്പർ എടുത്തു. എന്നിട്ട് ഡിസൈൻ സീസർ വെച്ച് അതിന്റെ സൈഡ് ഈ വൈറ്റ് പേപ്പറില്ലേ അതിനേക്കാളും ഒരു 1 ഇഞ്ച് എക്സ്ട്രാ, 4 സൈഡിലും 1 ഇഞ്ച് എക്സ്ട്രാ എടുത്ത് ഞാനത് കട്ട് ചെയ്തു. എന്നിട്ട് ആ വൈറ്റ് പേപ്പറിൽ ഫെവിസ്റ്റിക്ക് വെച്ച് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തു. സോ ഇത് ഞാൻ എല്ലാ 4 കാർഡ്സിലും ചെയ്ത് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ റെഡ് പേപ്പർ വെച്ചപ്പം ഇച്ചിരി കൂടി ബെറ്റർ ആയി തോന്നി, ബട്ട് എന്നാലും എവിടെയോ ഒരു മിസ്സിംഗ് പോലെ. അതുകൊണ്ട് ഞാൻ അതിന്റെ മേലെ ക്യൂട്ട് റൈറ്റിംഗ്സ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് എല്ലാത്തിലും മെരി ക്രിസ്മസ് എന്ന് കർസീവ് ഫോണ്ടിൽ ഞാൻ എഴുതി കൊടുത്തു. പിന്നെ ഞാൻ ബോർഡേഴ്സിലൊക്കെ ബ്രോക്കൺ ലൈൻസും വരച്ചു കൊടുത്തു. അപ്പം ഇതാണ് ഫൈനൽ ലുക്ക്. എനിക്ക് ഫൈനൽ ലുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ കമന്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. സോ സീ യു ഓൾ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.